Hi guys, welcome to my YouTube channel Malayalam Money Stories. I am Raji. നിങ്ങൾക്ക് മാൻവ ഇഷ്ടമാകും മലയാളത്തിൽ കേൾക്കാൻ അപ്പയാണ് നിങ്ങളുടെ സ്ഥലം. നിങ്ങൾക്കെല്ലാവരും മാൻവ ലോകത്തിലേക്ക് സ്വാഗതം. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. മാങ്ങ സീരീസ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ജാപ്പനീസ് കോമിക്സ് ആണ്. എന്നാൽ മാൻവ കൊറിയൻ കോമിക്സ്. ജപ്പാന്റെ മാങ്ങ ബേസ് ചെയ്താണ് മോസ്റ്റ് ഓഫ് ദി അനിമേഷനും വരുന്നത്. പക്ഷെ മാൻവയെ കുറിച്ച് സംസാരിക്കാൻ ആളുകൾ കുറവാണ്. അതിന്റെ ഗ്രോത്തും അതുപോലെ കുറവാണ്. പക്ഷെ മാൻവ സ്റ്റോറീസ് വ്യത്യസ്തവുമാണ്, കേട്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് മാൻവ സ്റ്റോറീസ് ഞാൻ നിങ്ങൾ മലയാളത്തിൽ പറയാൻ വന്നിരിക്കുന്നത്. മാൻവ സ്റ്റോറീസ് ത്രില്ലർ സീരീസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ടോപ്പ് 5 3 സ്റ്റോറീസ് വരുന്നത് ബാസ്റ്റേർഡ്, സ്വീറ്റ് ഹോപ്പി പെന്നാണ്. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഫേമസ് ആയ ഓത്തർ കാൻ ബേക്ക് കിം ആണ്. ഈ ടോപ്പ് 3 പിക്പെൻ എന്ന് പറഞ്ഞ കഥയെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വരുന്നത്. അപ്പൊ പിന്നെ വൈകാണ്ട് സ്റ്റോറിയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കിനി കഥയിലേക്ക് കിടക്കാം. നമ്മുടെ കഥ സ്റ്റാർട്ടിങ്ങില് ഒരു ഐലൻഡില് നമ്മുടെ ഹീറോ കടലിന്റെ തീരത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കടലിന്റെ ചുറ്റും ബോട്ടിന്റെ അവശിഷ്ടങ്ങളും. ഹീറോയ്ക്ക് എവിടെയാണ് താൻ എത്തിയതെന്നോ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്നോ ഒരു പിടിയില്ലാണ്ട് നിൽക്കുകയാണ്. അമ്പലം നോക്കുന്ന ഹീറോയുടെ കാലിന്റെ ചുവട്ടില് ഒരു ബോക്സ് തട്ടി. എന്താണെന്ന് കാലിൽ തട്ടിയതെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് ബോക്സ്. ആ പോസ്റ്റ് ബോക്സ് മണലിൽ കുഴിച്ചു വെച്ച് എന്നിട്ട് ഹീറോ രാവിലെ മൊത്തം ആ ഐലൻഡ് ചുറ്റി ഏതാണ് സ്ഥലമെന്ന് അറിയാതെ നോക്കിയിട്ട് രാത്രിയാകുമ്പോൾ അവിടെ എത്തുമായിരുന്നു. അപ്പോൾ അത് അപ്രത്യക്ഷമായി ഇടിയും മിന്നലും മഴ ശക്തമായി കനത്തു. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഹീറോയിന്റെ കയ്യിൽ ഫോണുള്ള കാര്യം മനസ്സിലായത്. ഹീറോ ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് വർക്കബിൾ അല്ല, കാരണം അത് മൊത്തം മഴയിൽ നനങ്ങിപ്പോയി. ആ സീൻ പെട്ടെന്ന് ആ സീൻ അവിടെ കട്ടായി. അടുത്ത സീൻ ഓപ്പൺ ആകുന്നത് ഒരു റെസ്റ്റോറന്റിൽ ടിവിയിൽ ന്യൂസ് റീഡ് ചെയ്യുന്നതാണ്. അവിടെ സ്കൂൾ സ്റ്റുഡൻസിനെ കാണാനില്ലെന്നും 20 നാളായി പോലീസ് തേടുകയാണെന്നും അതിൽ ഒരു ഫേമസ് ആയ ഒരു സിംഗറും ഉണ്ടെന്നാണ് ന്യൂസിൽ പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഹീറോ ഫുഡ് കഴിക്കുന്നത്. പെട്ടെന്ന് കടക്കാരൻ ഹീറോയോട് സംസാരിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഹീറോ കാശ് അവിടെ വെച്ച് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ കടക്കാരൻ പിന്നാലെ വന്ന് താങ്കൾ ഞാൻ എവിടെയോ കണ്ട പോലെയുണ്ടല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നാലെ ഹീറോയുടെ ബാക്കിൽ തട്ടാൻ എത്തിയപ്പോഴത്തേക്കും ഹീറോ കണ്ണു തുറന്ന് നോക്കുന്നു. കണ്ണു തുറന്ന് ഹീറോ ഞെട്ടിപ്പോയി. ഞെട്ടി എണീറ്റ് ഹീറോ കാണുന്നത് താനൊരു റൂമിലാണെന്നോ താൻ എവിടെയാണെന്നുള്ള പരിഭ്രാന്തി കാരണം എഴുന്നേറ്റ് റൂം വിട്ട് പുറത്തിറങ്ങി. ഹീറോ കാണുന്നത് ഒരു ലേഡി ബ്ലഡ് തുടയ്ക്കുന്നതാണ്. ഹീറോ വല്ലാതെ പേടിച്ച് ഹീറോ ആ ലേഡിയോട് താൻ എവിടെയാണെന്ന് ചോദിച്ചു. ലേഡി പറഞ്ഞു, ഇത് എന്റെ വീടാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? താങ്കൾ മുറ്റത്ത് ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു. എന്റെ മകളാണ് താങ്കളെ കണ്ടത്. ആ ലേഡി ചോദിക്കുന്നു, താങ്കൾ ആരാണ്, എവിടെ നിന്നാണ്? അപ്പൊ ഹീറോ മറുപടി പറയുന്നു, എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഷിപ്പ് മറിഞ്ഞാണ് ഞാൻ എവിടെ എത്തിയതെന്ന് തോന്നുന്നു. അപ്പൊ ഹീറോ ചോദിക്കുന്നു, നമ്മളിപ്പോ എവിടെയാണ്, ഏത് ഐലൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്? ഹീറോ താഴെയുള്ള ബ്ലഡിലേക്ക് നോക്കി. ആ ലേഡി ചിരിച്ചുകൊണ്ട് താങ്കളുടെ ഡ്രസ്സ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, താൻ നഗ്നനായാണ് അവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ആ ലേഡി പറയുന്നു, താങ്കൾ റൂമിലോട്ട് പോയിക്കോളൂ, താങ്കൾക്ക് പുതിയ ഡ്രസ്സുമായി ഞാൻ വരാം. ഹീറോ സമ്മതിച്ചുകൊണ്ട് റൂമിലേക്ക് മടങ്ങി. ഹീറോ റൂമിലെത്തി. ഹീറോ വല്ലാതെ ഭയക്കുന്നു. ഹീറോ ഓരോന്നും ഓർമ്മിച്ചെടുക്കുന്നു. ഇത് ഏത് ഐലൻഡാണ്, എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്? ആ ലേഡി എന്നോട് ഇത് ഏത് ഐലൻഡ് എന്ന് സ്വയം പറയാതിരിക്കുകയായിരുന്നില്ലേ? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് കതക് തട്ടുന്നത്. കതക് തട്ടി ഉള്ളിലേക്ക് വരുന്നത് ഒരു യങ് ലേഡി. ആ യങ് ലേഡി ഹീറോയ്ക്ക് പുതിയ ഡ്രസ്സുമായി എത്തിയതാണ്. അപ്പോൾ ആ ലേഡി ചോദിക്കുകയാണ്, താങ്കൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഹീറോ പറയുന്നു, എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ യങ് ലേഡി ചിരിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് പറയുകയാണ്, ഓ താങ്കൾക്ക് അംനീഷയാണോ? താങ്കൾക്ക് താങ്കളുടെ പേര് കൂടെ ഓർമ്മയില്ലേ? ഞാൻ ഇങ്ങനെയുള്ള മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വന്നു. അപ്പൊ ആ യങ് ലേഡി ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടോ? അപ്പൊ ആ ഹീറോ അവരോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോ എവിടെയാണ്, ഏത് ഐലൻഡാണിത്? അപ്പോൾ ആ യങ് ലേഡി പറയാൻ വരികയാണ്, ഇത് ഇവിടെ. ഹീറോ പറയുന്നു, യെസ് പറയൂ. ആ യങ് ലേഡി പറയാണ്, യു ആർ അറ്റ് മൈ പ്ലേസ്. അപ്പോൾ അതാ കലവിന്റെ അടുത്ത് ആ ലേഡിയും ഒരു മാനും ഒരു ചെറിയ കുട്ടിയും നിൽക്കുന്ന ആൾക്കാരും നമ്മുടെ ഹീറോയും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ആ ഡൈനിങ് ടേബിൾ നിറച്ച് വിചിത്രമായ ഭക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ആ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഹീറോ ആ ഭക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ പച്ച ഇറച്ചി വേവിക്കാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയുടെ മുഖത്ത് നോക്കി അത് കഴിക്കാൻ പറഞ്ഞു ആ മനുഷ്യൻ. അതുകൊണ്ട് ഹീറോ പേടിച്ച് ആ ഫുഡൊക്കെ അവന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയെങ്കിലും കഴിക്കാൻ തുടങ്ങി. അപ്പൊ ആ ലേഡി ഒന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ഭക്ഷണം? അപ്പൊ നമ്മുടെ ഹീറോ പറഞ്ഞു, ആ നന്നായിട്ടുണ്ട്. അങ്ങനെ ആ സംസാരത്തിന്റെ
ഇടയിൽ നമ്മുടെ ഹീറോ ചോദിച്ചു, ഇത് എവിടെയാണ്, ഏതാണ് ഈ ഐലാൻഡ്? അപ്പൊ ആ ലേഡി വേഗം ആ ലേഡി അവളുടെ മകളോട് പറഞ്ഞു ഹീറോയ്ക്ക് ചായ കൊടുക്കാൻ. ആ സംഭാഷണം അവിടെ വെച്ച് കട്ട് ചെയ്യാനാണ് ആ ചായ വേഗം ഹീറോയ്ക്ക് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ ആ യങ് ലേഡി നമ്മുടെ ഹീറോയ്ക്ക് ചായ ഒഴിക്കുകയാണ്. ചായ ഒഴിച്ച് കുടിക്കാൻ പറഞ്ഞപ്പോ ചായക്കകത്ത് നോക്കിയപ്പോ ഫുള്ള് ബ്ലഡ്. ആ ബ്ലഡ് കണ്ട ഉടനെയാണ് ഹീറോയ്ക്ക് ഓർമ്മ വന്നത് ഫസ്റ്റ് താൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ താഴെ ബ്ലഡ് കണ്ടത്. അപ്പൊ നമ്മുടെ ഹീറോ ഫുള്ള് പരിഭ്രാന്തനായി, റെഡ് കളർ. അപ്പൊ ആ വീട്ടിലെ ചെറിയ കുട്ടി ഹ്യൂമൻ ബ്ലഡ് അങ്ങനെ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ യങ് ലേഡിക്ക് ദേഷ്യം വന്നു. യങ് ലേഡി ആ ചെറിയ കുട്ടീനെ പിടിച്ച് വഴക്ക് പറയാൻ തുടങ്ങി. അപ്പൊ ആ വീട്ടിൽ മൂത്ത മനുഷ്യൻ അവരെ വഴക്ക് പറയും. അങ്ങനെ ആ ചെറിയ കുട്ടീനോട് ആ യങ് ലേഡിനോട് സോറി പറയാൻ പറഞ്ഞു. അവരങ്ങനെ സോറി പറഞ്ഞിരിക്കുന്നു. അപ്പത്തേനും മണി 2 2 ക്ലോക്ക് ടിങ് 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 അടിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേറൊരു മനുഷ്യൻ എഴുന്നേറ്റ് 2 എന്ന് പറഞ്ഞ് നടന്ന് ഒരു റൂമിന്റെ ഉള്ളിൽ പോയി. അപ്പൊ ഹീറോ ചോദിച്ചു, നിങ്ങളുടെ മകൻ? അപ്പൊ ആ ലേഡി പറഞ്ഞു, എന്റെ മകന് പന്നീനെ വളർത്തലാണ് ജോലി എന്ന് പറഞ്ഞു. ആ ചെറിയ കുട്ടി ആ പച്ച മാംസ്യം കഴിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ആ കൂടി പേടിയായി. അങ്ങനെ അടുത്ത സീൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ കിച്ചണില് പാത്രം കഴുകുന്നതാണ്. അപ്പൊ ആ ലേഡി വന്നിട്ട് പറയാണ്, അയ്യോ നിങ്ങൾ എന്തിനാ പാത്രം കഴുകുന്നത്? അപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, ഇതും കൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ മീൽ കഴിക്കും? അപ്പൊ ആ ലേഡി ഇന്ന് എനിക്ക് ഫ്രീ ഡേ ആണെന്ന് പറഞ്ഞിട്ട് ആ ലേഡി സ്റ്റെപ്പ് കയറി പോയി. പിന്നെ നമ്മുടെ ഹീറോ റൂമിൽ തനിച്ചിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരുന്നു. കയറി വന്നത്, ബ്ലഡ് കണ്ടത്, അവരോട് 3 പ്രാവശ്യം ഈ ഐലൻഡ് ഏതാന്ന് ചോദിച്ചു അവരതിനോട് റെസ്പോണ്ട് ചെയ്യാത്തത്, അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹീറോയുടെ മനസ്സിൽ പെട്ടെന്ന് കോളേജിൽ കാണാതായ സ്റ്റുഡൻസിന്റെ ന്യൂസ് മനസ്സിലേക്ക് ഓടി വന്നത്. അപ്പൊ നമ്മുടെ ഹീറോ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് ഒരു കത്തി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഹീറോ ആ കത്തീനെ എടുത്ത് പില്ലോന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചോണ്ടിരുന്നു. എന്നിട്ട് ഇങ്ങനെ മനസ്സിനെ പറഞ്ഞ് ശാന്തപ്പെടുത്തി, എന്തെങ്കിലും ഉറങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഹീറോന്റെ ബെഡ്റൂം കതവ് തട്ടുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് നോക്കുമ്പോൾ ആ ലേഡി വന്നിട്ട് കിച്ചണിൽ വെച്ചിരുന്ന കത്തി മിസ്സിംഗ് ആണ്, നിങ്ങൾ എടുത്തെങ്കിൽ തായോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പൊ ഹീറോ കിച്ചൺ നൈഫ് എന്റെ അടുത്ത് ഇല്ലല്ലോ. അപ്പൊ താങ്കളുടെ കയ്യിലില്ലേ? സോറി, എന്റെ മകളായിരിക്കും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ആ ലേഡി കുറെ പ്രാവശ്യം സോറി പറഞ്ഞ് കതവിന്റെ പുറത്തിറങ്ങി. അപ്പോഴാണ് നമ്മുടെ ഹീറോ നോക്കുന്നത് ആ കതവിന് കീ ഹോൾ ഇല്ല. നമ്മുടെ ഹീറോയിന്റെ റൂം ലോക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് പിന്നെയും പേടിയായി. ഹീറോ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും എനിക്ക് പഴയത് ഓർമ്മിച്ചെടുത്തേ പറ്റുള്ളൂ. ആരാണ് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് നമ്മുടെ ഹീറോയ്ക്ക് തന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതായി ഓർമ്മയിലെത്തിയത്. അങ്ങനെ തന്റെ ഫോണിനെ കുറിച്ച് ആലോചിച്ച് വെളിയിലോട്ട് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഹീറോ അത് കാണുന്നത് ആ പന്നി വളർത്തുന്ന മനുഷ്യനും ആ മനുഷ്യന്റെ പിന്നാലെ വേറൊരു മനുഷ്യനും നടന്നു പോകുന്നത്. അപ്പൊ ഹീറോ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആരാണ് ആ മനുഷ്യന്റെ പിന്നാലെ പോകുന്നത്? ഫുഡ് കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ അയാളെ ഞാൻ കണ്ടിട്ടുമില്ല. ഹീറോയ്ക്ക് അവിടെ എന്തോ നടക്കുന്നതായി സംശയം തോന്നി. അങ്ങനെ നമ്മുടെ ഹീറോ വീട്ടിന്റെ പുറത്തിറങ്ങി അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ വീട്ടിലുള്ള യങ് മാൻ സ്ട്രേഞ്ചറും സംസാരിച്ചതിന് ശേഷം യങ് മാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. പെട്ടെന്ന് ആ സ്ട്രേഞ്ചായ മനുഷ്യന്റെ പിന്നാലെ നമ്മുടെ ഹീറോ വന്ന് നിന്നു. ആ സ്ട്രേഞ്ചായ മനുഷ്യനെ നോക്കി മിണ്ടരുത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ സ്ട്രേഞ്ചായ മനുഷ്യൻ തന്റെ പേര് പറഞ്ഞു. എന്റെ പേര് ജിതിൻ പേ. ഇപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, ഇവിടെയാണോ താമസിക്കുന്നത്? അപ്പൊ ആ സ്ട്രേഞ്ചായ മനുഷ്യൻ പറഞ്ഞു, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? നമ്മുടെ ഹീറോ പറഞ്ഞു, എനിക്ക് ആക്സിഡന്റ് ആയി, എന്റെ മെമ്മറി ലോസ് ആയി. അപ്പൊ ഹീറോ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് അറിയാൻ വല്ല ചാൻസും ഉണ്ടോ? ആ സ്ട്രേഞ്ചായ മനുഷ്യൻ പറഞ്ഞു, എന്നോട് ഈ ക്വസ്റ്റ്യങ്ങളൊന്നും ചോദിക്കരുത്, എന്നോട് ഇങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കരുത്, പ്രത്യേകിച്ചും ആ ക്രേസി പീപ്പിൾസിനോട്. നിനക്കെന്നെ ഒട്ടും ഓർമ്മയില്ലേ? കഴിഞ്ഞ രാത്രി മഴയിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടിരുന്നു. നീ അവശനായി നീ ആ വീടിന്റെ മുൻപിൽ വന്ന് നിന്നത് ഞാൻ കണ്ടു. നിന്റെ തലയിൽ അടിച്ച് നിന്നെ ബോധരഹിതനാക്കി. നീ യൂസ്ഫുൾ ആണെന്ന് ആ മനുഷ്യരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടത്? ആ സ്ട്രേഞ്ചായ മനുഷ്യൻ പറയാണ്, നീ ചെയ്തേ പറ്റൂ. പെട്ടെന്ന് ആ വീട്ടിലെ ലേഡി നടന്നു വന്ന് നമ്മുടെ ഹീറോ കിടക്കുന്ന റൂമിലെ കീ ഹോളിലൂടെ ഒളിഞ്ഞു നോക്കി. അപ്പോൾ നമ്മുടെ ഹീറോ വേർത്ത് കുളിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആ ലേഡി പറയാണ്, ഇങ്ങനെയാണ് അവന് ഉറങ്ങാൻ സാധിക്കുന്നത്? ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നിട്ട് എന്ന് പറഞ്ഞ് ആ ലേഡി അവിടെ നിന്ന് പോയി. നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സമയങ്ങൾ ഹീറോ തള്ളി മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവം നടന്നുകൊണ്ടിരുന്നു. ഒരു ട്രീ ഹൗസിൽ ഒരു ഊഞ്ഞാലില് ഒരു ചെറിയ കുട്ടി ആടിക്കൊണ്ടിരുന്നു. അവളുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ഫോണും അതിലെ ഫ്ലാഷ് അവൾ ഓൺ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഹീറോയും ആ കുടുംബത്തിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിൾ വന്നിരുന്നു. അപ്പൊ ആ വീട്ടിലെ മൂത്ത മനുഷ്യൻ നമ്മുടെ ഹീറോയിനോട് ചോദിച്ചു, നന്നായി ഉറങ്ങിയോ? അപ്പോ ഹീറോ മറുപടി പറഞ്ഞു, പക്ഷെ നിന്നെ കാണാൻ നല്ല ടയേർഡ് ആയിട്ടുണ്ടല്ലോ, ആ മൂത്ത മനുഷ്യൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഹീറോ പറഞ്ഞു,
എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് എനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ആ വീട്ടിലെ മൂത്ത മനുഷ്യൻ ചോദിച്ചു, നിന്റെ ഓർമ്മ നിനക്ക് തിരിച്ചു കിട്ടിയോ? അപ്പൊ നമ്മുടെ ഹീറോ മറുപടി പറഞ്ഞു, ഇല്ല, ഇനിയും കിട്ടിയിട്ടില്ല. അപ്പൊ ആ വീട്ടിലുള്ള ലേഡി പറഞ്ഞു, സാരമില്ല, നിന്റെ മെമ്മറി വേഗം തന്നെ നിനക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ ഹീറോ ആ ഡൈനിങ് ടേബിളിലേക്ക് കഴിഞ്ഞ രാത്രിയിലെ ആഹാരത്തിന് കഴിഞ്ഞ തീർച്ചയായും വ്യത്യസ്തമായ ആഹാരങ്ങൾ. അപ്പോൾ നമ്മുടെ ഹീറോ ആ ലേഡിയോട് ചോദിച്ചു, ഇതെല്ലാം താങ്കൾ തന്നെ കുക്ക് ചെയ്തതാണോ? അപ്പൊ ആ ഫാമിലിയിലുള്ള എല്ലാവരും നമ്മുടെ ഹീറോയിനെ ആശ്ചര്യമായി നോക്കി. അപ്പൊ ആ വീട്ടിലെ മൂത്ത മനുഷ്യൻ പറഞ്ഞു, അതിനെന്തേലും കുഴപ്പമുണ്ടോ? അപ്പൊ നമ്മുടെ ഹീറോ പേടിച്ച്, ഏയ് ഇല്ല. പെട്ടെന്ന് ആ വീട്ടിലെ ലേഡി ആ മൂത്ത മനുഷ്യനോട് പറഞ്ഞു, താങ്കൾ എന്തോ ഒരു കാര്യം എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണത്? അപ്പൊ ആ വീട്ടിലെ മൂത്ത മനുഷ്യൻ, ശരിയാണ് എന്ന് പറഞ്ഞ് താഴെ നിന്നും 2 ഷൂ എടുത്ത് ടേബിളിന്റെ മേലെ വെച്ചു. പെട്ടെന്നാണ് നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മ വന്നത്, താൻ ഇന്നലെ രാത്രി വെളിയിൽ പോയപ്പോൾ ഈ ഷൂസാണ് ഇട്ട് പോയതെന്ന്. ആ വീട്ടിലെ മൂത്ത മനുഷ്യൻ തുടർന്നു, ഇതാരോ ഇട്ട് ഇന്നലെ രാത്രി വെളിയിൽ പോയിട്ടുണ്ട്, ആരാണത്? അപ്പൊ ആ യങ് ലേഡി പറയാണ്, അത് മിന്നു ആണ്. അല്ലാതെ രാത്രി അച്ഛന്റെ ഷൂസും ഇട്ട് വെളിയിൽ പോകാൻ മാത്രം ആരാ ഇവിടെ ഉള്ളത്? അപ്പൊ ആ ചെറിയ കുട്ടി പറഞ്ഞു, മിന്നു, നീയാണോ ഇത് ചെയ്തത്? അച്ഛന്റെ ഫേവറേറ്റ് ഷൂ ഇട്ട് വെളിയിൽ പോയത്? നീ ഇന്ന് മരിക്കും. മൂത്ത മനുഷ്യൻ മിന്നുവിനോട് ചോദിച്ചു, നീയാണോ? അപ്പൊ മിന്നു വളരെയധികം ടെൻഷനായി തലകുനിഞ്ഞു നിന്നു. പെട്ടെന്ന് നമ്മുടെ ഹീറോ ചെയറിൽ നിന്ന് നിൽക്കൂ എന്ന് ചാടി എഴുന്നേറ്റു. ചെയർ താഴെ വീണു. ഹീറോ പറഞ്ഞു, ഞാനാണ് ചെയ്തത്. ഇന്നലെ രാത്രി എനിക്ക് ബോറടിച്ചു, എന്റെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം വെളിയിൽ പോകാമെന്ന് ഓർത്തു. അങ്ങനെ നോക്കുമ്പോഴാണ് ആ ഷൂ ഞാൻ കണ്ടത്. ആ വീട്ടിലെ മൂത്ത മനുഷ്യന് ദേഷ്യം വന്നു. ഓ, നിനക്ക് ഈ പ്ലേസ് ബോറടിക്കുന്നുണ്ടോ? ഞങ്ങൾ നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി തരാം. ഈ ഞങ്ങൾ എന്റർടൈൻ ചെയ്യുന്നതായി കണ്ടിട്ടില്ല, ഞങ്ങൾ ഇന്നും അതിനായി നന്നായിട്ട് ശ്രമിക്കാം. പെട്ടെന്ന് ആ സീൻ അവിടെ കട്ടാവുമ്പോൾ അടുത്ത സീൻ തുടങ്ങുന്നത് ഒരു കടൽ തീരത്ത് പാറകൾക്ക് നടുവിൽ വെടിയൊച്ച കേൾക്കുന്നതാണ്. നോക്കുമ്പോൾ ആ വീട്ടിലത്തെ മൂത്ത മനുഷ്യനും നമ്മുടെ ഹീറോയും നിൽക്കുന്നു. ഗണ്ണിൽ ഷൂട്ട് ചെയ്ത് ഒരു കിളിയും താഴെ വന്ന് പതിക്കുന്നു. ആ മൂത്ത മനുഷ്യൻ ഹീറോയോട് പറഞ്ഞു, ഗൺ ഷോട്ട് കേൾക്കുമ്പോൾ അവർ പരിഭ്രാന്തിപ്പെടും, പിന്നെ എല്ലാ ഡയറക്ഷനിലോട്ടും പറക്കാൻ ആരംഭിക്കും. എന്തായാലും ഗണ്ണിൽ ബുള്ളറ്റ് ലോഡ് ചെയ്തു, എയിം ചെയ്തു, പിന്നെ പറവയെ നോക്കി ഷൂട്ട് ചെയ്തു. പെട്ടെന്നൊരു പറവ വീണ്ടും വെള്ളത്തിലോട്ട് പതിച്ചു. ഹീറോ ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിന്നു. പെട്ടെന്ന് ആ മൂത്ത മനുഷ്യൻ ഹീറോയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? നീയും ഇതേപോലെ ഫയർ ചെയ്യാൻ ശ്രമിക്കും? നമ്മുടെ ഹീറോ ഗണ്ണ് വാങ്ങി ഗണ്ണിലേക്ക് നോക്കി. എന്നിട്ട് ഹീറോ പറഞ്ഞു, ഞാൻ ഇതുവരെ ഗണ്ണ് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ആ വീട്ടിലെ മൂത്ത മനുഷ്യൻ പറഞ്ഞു, നിനക്ക് പേടിയുണ്ടോ? പെട്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് എവിടുന്നോ ഒരു ധൈര്യം വന്നതുപോലെ, എനിക്ക് പേടിയില്ല, അതെന്താണ്? അപ്പൊ ആ മൂത്ത മനുഷ്യൻ ചോദിച്ചു, എന്ത്? ഹീറോ പറഞ്ഞു, ഈ പറവകളെ നമ്മൾ കൊല്ലുന്നത് ഫുഡിന് വേണ്ടിയിട്ടല്ല, വെറുതെ ഒരു നേരം പോക്ക് പോലെയല്ലേ. അപ്പൊ ആ മൂത്ത മനുഷ്യൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് നിനക്ക് ബോറടിക്കുന്നു എന്ന്? പെട്ടെന്ന് ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നു, കൈ ചൂണ്ടി ഒരു പറവേനെ കാണിച്ചു. അത് ആ പറവ, അതിനെ ഷൂട്ട് ചെയ്യൂ, എന്നെ കൊണ്ട് എന്തായാലും സാധിക്കും. പെട്ടെന്ന് നമ്മുടെ ഹീറോ എല്ലാ ധൈര്യങ്ങളും സംഭരിച്ച് ആ ഗണ്ണ് എടുത്ത മനുഷ്യൻ നേരെ ചൂണ്ടി നിന്നു. ആ മനുഷ്യൻ ഒരു ഭയവുമില്ലാതെ, ഒരുപക്ഷെ നീ എന്റെ നേരെ തോക്ക് ചൂണ്ടിയിരിക്കുകയാണോ? ഇനി എന്താണ് നടക്കുക? ഹീറോ അയാളെ കൊല്ലുമോ? ഹീറോയുടെ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുമോ? ഇത് ഏത് ഐലൻഡ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് വഴി എന്നെ അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.